ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലിറ്റിലെക്റ്റ്. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂണിറ്റ് 1 ആയിട്ടാണ്. പഠിച്ചു തുടങ്ങാം ലിറ്റിലെക്റ്റിനോടൊപ്പം. യൂണിറ്റ് 1 നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ദ മിറർ വിത്തിൻ ആൻഡ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, റൈറ്റ്? സോ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് എ പിക്ചർ ബൈ എമിലി റിനോഫ്. എമിലി റിനോഫ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പെയിന്റർ ആണ്. അദ്ദേഹത്തിന്റെ ദ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്ന 1881 വൺ ഓഫ് ദ ഫേമസ് വർക്ക് ആണ് ഇവിടെ പിക്ചർ ആയിട്ട് തന്നിട്ടുള്ളത്. സോ തിരിച്ച് നമ്മുടെ യൂണിറ്റിന്റെ ടൈറ്റിലേക്ക് പോവാണ്. ദ മിറർ വിത്തിൻ. കണ്ണാടിയെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ? നമുക്കറിയാം കണ്ണാടി എന്തിനാണ്? ഒരു റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ണാടി. കണ്ണാടിയുടെ മുന്നിൽ ടൈം സ്പെൻഡ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സോ ദ മിറർ വിത്തിൻ, നമ്മുടെ ഉള്ളിലുള്ള ഒരു കണ്ണാടിയെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മുടെ വെരി ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ യൂണിറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രല്യൂഡ് ആയിട്ടാണ്. പ്രല്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ആമുഖം. സോ അതുപോലെ തന്നെ യൂണിറ്റ് 1 ദ മിറർ വിത്തിൻ എന്ന് പറയുന്ന ഈ യൂണിറ്റ് തുടങ്ങുന്നതും വളരെ ഫേമസ് ആയിട്ടുള്ള ബെർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫിലോസഫർ, മാത്തമാറ്റീഷ്യൻ ആൻഡ് സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന വർക്കിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് മെമ്മോയർ ആണ് നമുക്ക് പ്രല്യൂഡായി വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ബെർട്രാൻഡ് റസ്സൽ വാസ് എ ബ്രിട്ടീഷ് ഫിലോസഫർ, mathematician and social reformer who won the Nobel Prize for Literature in 1950. So, philosopher ആണ്, mathematician ആണ്, social reformer ആണ്, and he has also won Nobel Prize for Literature in 1950. നോട്ട് ചെയ്ത് വെക്കുക, 1950 Nobel Prize for Literature കിട്ടിയിട്ടുള്ളതാണ് ബെർട്രാൻഡ് റസ്സൽ. Russell's contribution to logic, epistemology, and the philosophy of mathematics established him as one of the foremost philosophers of 20th century. 20th centuryയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സിന്റെ, മുൻനിരയിലുള്ള ഫിലോസഫേഴ്സിന്റെ, ആദ്യകാല ഫിലോസഫേഴ്സിന്റെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ബെർട്രാൻഡ് റസ്സൽ. So originally published in 3 volumes, Russell's autobiography is widely regarded as one of the most compelling and vivid memoirs of the age. റസ്സൽ എഴുതിയിട്ടുള്ള ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക് മെമ്മോയേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. സോ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്മോയർ ആണ് ഫസ്റ്റ് യൂണിറ്റിന്റെ പ്രല്യൂഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. What I have lived for. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രല്യൂഡ്. What I have lived for. It is very clear from the title, അല്ലെ? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചത്? What I have lived for. ബെർട്രാൻഡ് റസ്സലിന്റെ ഒരു മെമ്മോയർ ആണ്. ആൻഡ് ഈ ഒരു മെമ്മോയറിനകത്ത് അദ്ദേഹം പറയുന്നത് തൻ്റെ ജീവിതത്തെ നയിച്ചിട്ടുള്ള 3 പാഷൻസിനെ പറ്റിയിട്ടാണ്. സോ അദ്ദേഹത്തിനെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന 3 ഗ്രേറ്റ് പാഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 3 passions, simple but overwhelmingly strong, have governed my life. The longing for love, the search for knowledge, and unbearable pity for the suffering of mankind. These passions, like great winds, have blown me hither and thither in a wayward course over a great ocean of anguish, reaching to the very verge of despair. So ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് 3 പാഷൻസ്. ഏതൊക്കെയാണ്? ദ ലോങ്ങിങ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം. ദ സെർച്ച് ഫോർ നോളജ്, അറിവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം. ആൻഡ് ദി അൺബെയറബിൾ പിറ്റി ഫോർ ദി സഫറിങ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹതാപം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ 3 പാഷൻസ് ദാറ്റ് ലെഡ് ഹിം ടു ലിവ്, അദ്ദേഹത്തെ ജീവിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള 3 പാഷൻസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് വൈ ദീസ് 3 പാഷൻസ്, എന്തുകൊണ്ടാണ് ഈ 3 പാഷൻസ്, അതിനുള്ള റീസൺ ആണ് അദ്ദേഹം കൊടുക്കാൻ പോകുന്നത്. ഐ ഹാവ് സോട്ട് ലവ് ഫസ്റ്റ്. സോ ആദ്യം തന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ലവിനാണ്.
ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് എക്സ്റ്റസി. സോ വൈ ലവ്? എന്തിനാണ് അദ്ദേഹം ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് ബിക്കോസ് ഓഫ് ഇറ്റ് ബ്രിങ്സ് എക്സ്റ്റസി. അത് സന്തോഷം കൊണ്ടുവരുന്നത്. എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അമിതമായിട്ടുള്ള ഒരു സന്തോഷം, നമുക്ക് അത്രമേൽ സന്തോഷമാവുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് എക്സ്റ്റസി. സോ ലവ് ബോട്ട് എക്സ്റ്റസി. Ecstasy is so great that I would often have sacrificed all the rest of life for a few hours of this joy. I have sought it next because it relieves loneliness. അപ്പൊ സന്തോഷം കൊണ്ടുവരുന്നു എന്നത് മാത്രമല്ല, ഇറ്റ് റിലീവ്സ് ലോൺലിനെസ്, നമ്മുടെ ആ ഏകാന്തത അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലവിന് സാധിക്കുമെന്നാണ് പറയുന്നത്. That terrible loneliness in which one shivering consciousness look over the rim of the world in the cold, unfathomed, lifeless abyss. ഒരു ലൈഫ്ലെസ് ആയിട്ടുള്ള ഒരു ഗർത്തത്തിലേക്ക്, ഒരു ആഴത്തിലേക്ക് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന പോലെയുള്ള ലോൺലിനെസ്സിൽ നിന്നും റിലീഫ് തരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. And I have sought it finally because in the union of love I have seen in a mystic miniature the prefiguring vision of heaven that saints and poets have imagined. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, വീണ്ടും ഞാൻ ലവ് തന്നെയാണ് പറയുന്നത്, കാരണം യൂണിയൻ ഓഫ് ലവ് അല്ലെ, ആ ലവ് ഉള്ള സ്ഥലത്ത് where there is love, അവിടെ എന്താണ്? there is vision of heaven. അവിടെ അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ ഒരു വിഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അദ്ദേഹം ഒരു സ്വർഗത്തെ അദ്ദേഹത്തിന് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് സെയിൻസ് ആൻഡ് പോയിറ്റ്സ് ഹാവ് ഇമാജിൻ. സെയിൻസും വിശുദ്ധരും അതുപോലെ തന്നെ പോയിറ്റ്സ് ഒക്കെ എപ്പോഴും ഇമാജിൻ ചെയ്ത് അവരെ പാടിപ്പുകഴ്ത്തിയിട്ടുള്ള ഒരു ഹെവൻ അദ്ദേഹത്തിന് ആ ഒരു യൂണിയൻ ഓഫ് ലവില് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഐ സോട്ട് ആൻഡ് തോട്ട് ഇറ്റ് മൈറ്റ് സീം ടു ഗുഡ് ഫോർ ഹ്യൂമൻ ലൈഫ്. ദിസ് ഇസ് വാട്ട് അറ്റ് ലാസ്റ്റ് ഐ ഹാവ് ഫൗണ്ട്. So he gave importance to love. സ്നേഹത്തിന് അദ്ദേഹം അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. And he believes it is good for human life. Now coming to the next paragraph, അദ്ദേഹം സംസാരിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പാഷനെ പറ്റിയിട്ടാണ്. With equal passion I have sought knowledge. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? He was in a search for knowledge. അറിവിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് അദ്ദേഹം രണ്ടാമത്തെ പാഷനായിട്ട് പറയുന്നത്. I wish to understand the hearts of people. I wish to know why the stars shine, and I have tried to apprehend the Pythagorean power by which number holds sway above the flux. A little of this, but not much, I have achieved. രണ്ടാമത്തെ അദ്ദേഹം ഇറങ്ങി തിരിച്ചത് നോളജിന് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അറിവ് സീക്ക് ചെയ്യാൻ. സോ പല ഏരിയയിൽ അദ്ദേഹം അറിവ് നോക്കിയിട്ടുണ്ട്, അറിവ് അന്വേഷിച്ചിട്ടുണ്ട്. ലൈക്ക് ഹാർട്ട്സ് ഓഫ് പീപ്പിൾ, മനുഷ്യരെ മനസ്സിലാക്കാൻ നോക്കി. ഹി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ സ്റ്റാർ ഷൈൻസ്, കുറച്ചും കൂടെ ഒരു കോസ്മിക് ആയിട്ടുള്ള യൂണിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കി. ആൻഡ് ദെൻ ദ പൈതഗോറിയൻ പവർ, മാത്തമാറ്റിക്സ്, അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു എന്ന് പറഞ്ഞു. സോ മാത്തമാറ്റിക്സിന്റെ രീതികളൊക്കെ അദ്ദേഹം നോക്കിയിരുന്നു. So little of this but no much I have achieved. Not much I have achieved. കുറച്ചൊക്കെ ഇതിൽ നിന്നും അദ്ദേഹത്തിന് അറിവ് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്, which is equally a passion that he had followed in his life. Now coming to the third paragraph, അദ്ദേഹം പറയുന്നത്, love and knowledge as far as they were possible led upwards towards heaven. ലവ് ആയിക്കോട്ടെ നോളജ് ആയിക്കോട്ടെ, it always gave him ways to reach heaven. അല്ലെ, നല്ലൊരു ഹയർ ലെവലിലേക്കാണ് എപ്പോഴും ലവ് ആൻഡ് നോളജ് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. ബട്ട് always pity brought me back to earth. അദ്ദേഹം വിശ്വസിക്കുന്നത് സഹതാപം, പിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് അദ്ദേഹത്തിനെ എപ്പോഴും എർത്തിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. Echoes of cries of pain reverberate in my heart. Children in famine, victims tortured by oppressors, helpless old people, a burden to the young, and the whole world of loneliness, poverty and pain make a mockery of what human life should be. So അദ്ദേഹം ഇനി പറയുന്നത്, ലവ് ആൻഡ് നോളജ് ആർ സെയിൻലി തിങ്സ് അല്ലെ, അതിൽ അറിവും സ്നേഹവും എല്ലാം വളരെ സെയിൻലി ആണ്, ഹെവൻലി ആണ്. എന്നാൽ വാട്ട് കീപ്സ് ഹിം ബാക്ക് ടു എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ദ എക്കോസ് ഓഫ് ക്രൈ ഓഫ് പെയിൻ അല്ലെ, ചിൽഡ്രൻസ് ഇൻ ഫാമിൻ, അതുപോലെ തന്നെ വിക്ടിംസ് ടോർച്ചേർഡ് ബൈ ഒപ്രസേഴ്സ്. ഭൂമിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും ടോർച്ചേഴ്സും ഓപ്പറേഷൻസും ഇത്തരം കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹം തോന്നുന്ന സഹതാപ, പിറ്റിയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? എർത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് പറയുന്നത്. ഐ ലോങ് ടു അലീവിയേറ്റ് ദിസ് ഈവിൾ ബട്ട് ഐ കനോട്ട് ആൻഡ് ഐ ഡു സഫർ. സോ അദ്ദേഹത്തിന് ഈ ഈവിൾസ് എല്ലാം, ഈ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കണം, മാറ്റി നിർത്തണം എന്നുണ്ട്. ബട്ട് ഹി കനോട്ട് ബിക്കോസ് ഹി ഈസ് ഓൾസോ സഫറിങ് ദേർ. അദ്ദേഹവും ഇതിൻ്റെതായ സഫറിങ്സ് അനുഭവിക്കുന്ന ഒരാളാണ്.
ദിസ് ഹാസ് ബീൻ മൈ ലൈഫ്, ഐ ഫൗണ്ട് ഇറ്റ് വർത്ത് ലിവിങ്. ഇതായിരുന്നു എൻ്റെ ലൈഫ്, ഈ 3 പാഷൻസിനെ മുറുകെ പിടിച്ചതായിരുന്നു എൻ്റെ ലൈഫ്, ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് വർത്ത് ലിവിങ്. ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് 3 പാഷൻസ് തന്നെയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ആൻഡ് വുഡ് ഗ്ലാഡ്ലി ലിവ് ഇറ്റ് അഗെയിൻ ഇഫ് ദ ചാൻസ് വേ ഓഫേർഡ് മീ. ഇനിയും ജീവിക്കാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ 3 പാഷൻസിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബർട്രാൻഡ് റസ്സലിന്റെ ഒരു ക്ലിയർ റിഫ്ലക്ഷൻ ഓഫ് ലൈഫാണ് ഈ ഒരു മെമ്മോറിലൂടെ പറയുന്നത്. സോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ 3 പോയിന്റ്സ് ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്. ബർട്രാൻഡ് റസ്സൽ തന്റെ ലൈഫിനെ 3 സ്ട്രോങ് ആയിട്ടുള്ള, ഓവർവെൽമിംഗ്ലി സ്ട്രോങ് ആയിട്ടുള്ള 3 പാഷൻസ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലൈഫിനെ അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നത്. ലോങ്ങിങ് ഫോർ ലവ്, സെർച്ച് ഫോർ നോളജ് ആൻഡ് പിറ്റി അബൌട്ട് ദ സഫറിങ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേലുള്ള ഒരു സഹതാപം, ഒരു പിറ്റി. ഈ 3 പോയിന്റ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ്, അല്ലെങ്കിൽ 3 പാഷൻസ് ആണ് അദ്ദേഹത്തിന്റെ ലൈഫിനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ യൂണിറ്റ് 1-നുള്ള ഒരു ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ബർട്രാൻഡ് റസ്സലിന്റെ ഈ ഒരു മെമ്മോയർ എന്ന് പറയുന്നത്. സോ ഇനി വരുന്ന എപ്പിസോഡിൽ ഇത്തരത്തിലുള്ള ലൈഫ് റിഫ്ലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആൻഡ് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവുക. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഫോർ മോർ വീഡിയോസ് ഓഫ് +1 English textbook. Okay, thank you. वीडियोस बनाने हैं, फिल्मोरा है ना.